നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട എന്തൊക്കെയാ വിശേഷങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതിന് ശതമാന കണക്കൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മളിന്ന് പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് അതേ വിഷയം തന്നെയാണ്. രണ്ട് പെൺകുട്ടികളുടെ കഥ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഒന്ന് വൈറൽ ഗേൾ, കുംഭമേള വൈറൽ ഗേളും ആ വൈറൽ ഗേളിന്റെ കല്യാണം നമ്മുടെ ഇവിടുത്തെ CPM നേതാക്കൾ മുൻകൈ എടുത്ത് നടത്തി കൊടുത്ത് പോക്സോ കേസായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അയാൾ ആ കുട്ടിയുടെ കൂടെ ആൺസുഹൃത്ത് വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഇതിന് കൂട്ടുന്നു. നമ്മുടെ ചിക്കമംഗളൂരിൽ കാണാതായ ശ്രീനന്ദ പറയുന്ന 15-കാരിയുടെ മൃതദേഹം ഇന്ന് ദുഃഖകരമായ വാർത്തയാണ്. എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നത്. അതെ, ശരിക്കും നമ്മുടെ നേതാക്കന്മാർ പുലിവാല് പിടിച്ച ഒരു കേസാണ്. ഈ കുട്ടി, ഈ വൈറൽ ഗേൾ എന്ന് പറയുന്ന ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുവന്ന ഫർമാൻ ഖാൻ എന്ന് പറയുന്ന ആളാണ് കടത്തിക്കൊണ്ടുവന്നത്. അയാൾക്ക് ആ കുട്ടിക്ക് വിവാഹം ചെയ്യുന്നതിനുള്ള എല്ലാവിധ ഒത്താശയും നമ്മുടെ നേതാക്കന്മാർ ചെയ്തു കൊടുക്കുകയും റഹീമും MV ഗോവിന്ദനുമാണ്, അതായത് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പോക്സോ കേസിൽ പ്രതികളാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് പോലീസ് എടുത്ത കേസിൽ ഈ പെൺകുട്ടിക്ക് ഈ വിവാഹം നടക്കുമ്പോൾ വെറും 16 വയസ്സേ ഉള്ളൂ എന്നുള്ള വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും വേറെ ഒരു വിചിത്രമായ കാര്യം, പണ്ട് നമുക്ക് വരുന്നതിന് നമ്മുടെ CPM പ്രമുഖരായ പല മുതിർന്ന നേതാക്കളും പണ്ട് കല്യാണം ചെയ്യാണ്ട് ഇതുപോലത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു. പോക്സോ കേസ് ഇല്ലായിരുന്നു. നന്നായി. ആ ഓർമ്മയിലാണോ അതോ ശരിക്കും ഇതല്ലാതെ തന്നെ ഇവർക്ക് അറിയില്ലായ്മ കൊണ്ടാണോ? പക്ഷേ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്നൊന്നും അജ്ഞാതരായ ആൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അന്വേഷിക്കാൻ സംവിധാനമുണ്ട്. മിനിമം അവരെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടാൽ മതിയായിരുന്നു. അല്ല, ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് അത് വ്യാജമാണെന്നുള്ളതാണ്. അത് അത്രയും പോലും ഇതിലൊക്കെ ഒരു കേരള പോലീസ് പ്രതിക്കൂട്ടിലാണ്. കേരള DGPയോടും മധ്യപ്രദേശ് DGPയോടും നേരിട്ട് ഹാജരാകാൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. കേരള DGP എന്ത് ചെയ്യും? ഇവിടുത്തെ ഏത് പോലീസ്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, ഏത് പോലീസ് സ്റ്റേഷൻ ആയിരുന്നത്? അല്ല, മ്യൂസിയം അല്ല, അത് നേരത്തെ കല്യാണം നടന്ന രാഭാത്തോടെ വെച്ചാണ് കല്യാണം നടന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റേഷനിലെ ആളായിരിക്കാം. ആ സ്റ്റേഷനില് വിളിച്ച് നമ്മുടെ മറുനാടൻ ഇവിടുന്ന് വിളിച്ചതാണ്. അതെ, വിളിച്ചപ്പോ പറഞ്ഞ ഈ രേഖ കൃത്യമാണെന്ന്. ഒരു ഫേക്ക് ഡോക്യുമെന്റ് അത് ഫേക്കാണോ അതോ ഇത് ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കേരള പോലീസിനെയൊക്കെ നമ്മൾ തിരിച്ചറിയാൻ 1000 സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി ഇതുവരെ തിരിച്ചറിഞ്ഞതായിരിക്കാം. ഈ ഗോവിന്ദനെയും റഹീമിനെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള കേരള പോലീസിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു വെച്ചത്. എന്തൊരു അവസ്ഥയാണെന്നുള്ളത് നമ്മൾ നോക്കാം. അതായത് ശിവൻകുട്ടി മാമൻ ഇടപെട്ടായിരുന്നു. അപ്പൂപ്പൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമുണ്ട്. ശിവൻകുട്ടി അപ്പൂപ്പൻ ഇടപെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ ആ ഒരു തണലിലേക്ക്, എന്താ പറയുന്നത്, കേരളത്തിലെ ഈ പിണറായി വിജയന്റെ കീഴിലുള്ള ഈ സമൃദ്ധമായ കേരളത്തിന്റെ തണലിലേക്ക് ആ കുട്ടിയുമായി പലായനം ചെയ്തതാണ് ഫർമാൻ ഖാൻ. ഞങ്ങൾക്ക് ഇവിടെയേ കിട്ടൂ, പ്രണയികൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് ഇവിടെ, ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ സുരക്ഷ കിട്ടൂ എന്ന് പറഞ്ഞു അന്നേ എല്ലാവരും പറഞ്ഞതാണ് ഇത് പോക്സോ കേസാണ്, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, കുട്ടിയുടെ വീട്ടിലേക്ക് ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ അമ്മ പറയുന്നു ആ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ അച്ഛൻ കരഞ്ഞ് നിലവിളിച്ചാണ് ഇവിടെ പോയത്. സത്യത്തിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? നമ്മൾ ആ കുട്ടിയെ വീണ്ടെടുത്ത് ആ അച്ഛനൊപ്പം വിടുകയായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്തത്? ഇതാണ് ഇവരെന്താ ആള് കളിക്കാൻ പോയി ഇവിടെ. പിന്നെ എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു തോന്നുന്നു. അതായത് ലവ് ജിഹാദ് ആരോപിച്ച് വന്ന കുട്ടിയെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഇവിടെ ലവ് ജിഹാദ് ഒന്നുമല്ല, ഇത് യഥാർത്ഥ പ്രണയമാണ്. കൊച്ചു കുഞ്ഞ്, അതിന് തിരിച്ചറിവ് പോലും ഇല്ലാത്ത പ്രായമാകാത്ത ഒരു കുഞ്ഞ്, അത്രയേ ഉള്ളൂ. അതിനെ കൊണ്ടുവന്നിട്ട് വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുകൊണ്ട് നേരെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പിണറായി വിജയൻ അടക്കമുള്ളവരിന് മറുപടി പറയേണ്ടി വരും. തീർച്ചയായും. അത് മാത്രമല്ല, ഇവർക്ക് ഒരിത്രയും ധാരണയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കിണർഗോലുവിന്റെ ഒരു ഐഡിയ ആണോ എന്നറിയില്ല. ഇങ്ങനെ വേറെ കിട്ടിയോടെ തന്നെ വിളിച്ച് പറഞ്ഞാണ് സംഭവം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനും മറ്റേ ഇവിടുത്തെ ഹിന്ദുക്കളെ തള്ളിപ്പറയാനൊക്കെ ഉള്ള അവസരമാണിതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ തലനാരിക്ക് രക്ഷപ്പെട്ടു. പുള്ളിയും ചെന്ന് കാർമികത്വം വഹിക്കേണ്ടത്. പുള്ളി എനിക്ക് തോന്നുന്നു അന്ന് മലബാർ വടക്കൻ ജില്ലയിൽ അല്ലായിരുന്നു. അദ്ദേഹം കൂടി ഇതിനകത്ത് പോക്സോ ആലോചിച്ചോണ്ട. CPM സംസ്ഥാന സെക്രട്ടറിയും DYFIയുടെ അഖിലേന്ത്യാ നേതാവ് MP ആണ്, പാർലമെന്റിലെ MP ആണ്. വിവരക്കേട് കാണിച്ചതിനുള്ള ഒരു കേരളം ഒന്നടങ്കം നാണം കെട്ടു. തീർച്ചയായും ഇവര് സുരക്ഷ ഒരുക്കി. പക്ഷെ എന്താണ് സുരക്ഷ? കേരള പോലീസ് എന്താണ് കാണിച്ചത്? കേരള പോലീസൊക്കെ ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് സംവിധാനം ഇവിടെ?
അല്ല ഇത് പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പൈസ ഉള്ളവൻ്റെ വീട്ടിൽ പെൺകുട്ടികൾ ഒളിച്ചോടിയ പോലീസ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ പറയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ. പക്ഷെ ഇതൊരു വളരെ സാധാരണക്കാരാണ് അവർ. ആ കുട്ടിയുടെ അച്ഛൻ ഇവിടുന്ന് കരഞ്ഞു തടന്ന് അയാൾക്ക് വീട്ടിൽ പോകാൻ പോലും മാർഗ്ഗമില്ലാത്ത അവസ്ഥയിലായി പോയി. ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു. കാരണം ഈ കൊച്ച് വൈറലായി വന്നു. അവരുടെ പിന്നെ തെരുവിൽ മാല വിറ്റ് ജീവിച്ചിരുന്ന കുഞ്ഞാണ്. അതിന് വൈറലായി വന്നു. ആ കുട്ടിയെ സിനിമകളിൽ അഭിനയിക്കാനൊക്കെ സാധ്യതയേറി അതിന്റെ ജീവിതം കരുപ്പിടിച്ച് മുന്നോട്ട് വന്ന് നിൽക്കുന്ന സമയമാണ് ഇതുപോലൊരുത്തം വന്ന് തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരല്ലേ ഒരു തല ഊരും. ഇവർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ വിവാഹം കഴിച്ച ചെറുപ്പക്കാരല്ല. യു പി പോലീസ് ഇട്ട FIR-നകത്ത് വരുമല്ലോ. ആ FIR-ന്റെ തുടരന്വേഷണത്തിൽ അവർക്കറിയണ്ട ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആണോ MP ആണോ ഒന്നും അറിയണ്ട. മാർഷൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പോലീസ് അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇവരെല്ലാം അകത്ത് പോകുന്ന അവസ്ഥ വരും. കാരണം ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തതിന്. എന്തായാലും വലിയ പുലിവാലാണ്. പക്ഷെ ഇത് അന്നേ ഈ ആശാന്മാർക്ക് പിടികിട്ടിയാൽ ഇത് വ്യാജമാണെന്നുള്ളത് അന്നേ പിടികിട്ടി. പോലീസ് ആദ്യം നമ്മളോട് അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ അന്ന് തന്നെ ഇവരെല്ലാവരും ഇവരുടെ FB പോസ്റ്റും വായിച്ചു. ഇവരുടെ മൊത്തം പോസ്റ്റുകളും അവർ റിമൂവ് ചെയ്തു. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനുള്ള നിയമപരമായ നീങ്ങി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ഇത് കത്തിപ്പടരാതെ സംരക്ഷിച്ചത് കേരള പോലീസ്. അതിനാണ് മാധ്യമങ്ങളോട് കേരള പോലീസ് കള്ളം പറഞ്ഞത്. കേരള പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രതിക്കൂട്ടിലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഈ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ശ്രീനന്ദ. ചിക്കമംഗളൂരില് വെള്ളച്ചാട്ടം കാണാൻ പോയി. വെറും അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അല്ലേ? 4 ദിവസമായി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ കുട്ടി എങ്ങനെ ഈ 15 ദിവസമുള്ള കുട്ടി തീരെ കൈക്കുഞ്ഞല്ലോ. 15 ദിവസമുള്ള കുട്ടി എങ്ങനെ ഇവരെ കൂട്ടത്തിൽ 5:32 വരെ ഈ കുട്ടി ഇവരുടെ കൂടെ വൈകിട്ട് 5:32 ശേഷം അടുത്ത 15 മിനിറ്റിലാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഇന്നിപ്പോൾ 1500 അടി താഴ്ചയിൽ നിന്നാണ് ആ കുട്ടിയുടെ മൃതദേഹം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും മൃതദേഹം എടുത്തിട്ടില്ല. അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വലിയ ചെങ്കുത്തായ മലകൾക്കിടയിലൂടെ വേണം ഇറങ്ങി ഇത് എടുക്കാൻ. വളരെ അധികം കഷ്ടപ്പെടണം. 1500 അടി എന്ന് പറഞ്ഞ ചെറിയ സംഭവമല്ല. അപ്പം ആ കുട്ടി എങ്ങനെ പോയി ഒരുപാട് ദുരൂഹതകൾ അതിൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതിപ്പോൾ 4-ാം ദിവസം അല്ലേ? 4-ാം ദിവസം കുട്ടി കാണാതായിട്ട്. ആ കുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കൊച്ചു ഫോറസ്റ്റിൽ കയറിപ്പോയി അല്ല ട്രക്കിങ്ങിന് പോയിട്ട് അതിനെ പിന്നെ നമുക്ക് ജീവനോടെ കിട്ടി. അത് എന്താ പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുപാട് ദുരൂഹത ഉണ്ടെന്ന് പലരും ആരോപിക്കാൻ ചെയ്യുന്നുണ്ട്. ആള് തിരിച്ചു വന്നല്ലോ. എന്തായാലും ഈ ശ്രീനന്ദ എന്ന് പറഞ്ഞ ഈ 15 വയസ്സുള്ള കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ഉള്ളതായിട്ട് ബന്ധുമിത്രാദികൾ ആരോപിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ ഇത് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നാട് നടുക്കിയ ഒരു സംഭവമായിപ്പോയി. വലിയൊരു കണ്ണീര് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിന് ഒരു വേദനയായിപ്പോയി. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോയി നമ്മൾ ടൂർ വരുന്ന നമ്മളിവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ടൂർ വരുന്ന ആളെ കാണുമ്പോൾ ഒരു കാണുന്ന നമ്മൾ ഒരു പ്രത്യേകത, ഇവർ പലരും സെൽഫി എടുക്കുന്നതിലാണ് താല്പര്യം കാണിക്കുന്നത്. ഈ കൂടെ വന്നിട്ട് അച്ഛനും അമ്മയൊക്കെ എല്ലാവരും സെൽഫി എടുത്ത് കൊടുക്കും. അപ്പോൾ ഈ കൂടെ പറഞ്ഞ കുട്ടികൾ എങ്ങോട്ട് പോയി? ഈ കുട്ടി 15 ദിവസമുള്ള കുട്ടിയാണ് എങ്കിൽ പോലും ഒരു കണ്ണ് നമ്മൾ അപരിതമായ സ്ഥലത്തിലും നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മൾ എപ്പോഴും ഒരു കണ്ണ് അവരുടെ മേൽ വേണം. നമ്മളെ ലോകമാണ്. അതുമാത്രമല്ല ഈ റിസ്കി സെൽഫികൾക്കാണ് ഇവർ താല്പര്യം. ഒന്ന് തിരമാലകൾക്കിടയിൽ, വെള്ളച്ചാട്ടത്തിനടുത്ത്, വലിയ ചെങ്കുത്തായ മലനിരകൾക്കടുത്ത്, ഇങ്ങനെയൊക്കെ ട്രെയിൻ വരുമ്പോൾ റെയിൽവേ പാളത്തിൽ കയറി നിൽക്കുക, ട്രെയിൻ വരുമ്പോൾ കയറി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹസികതയാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അത് കണ്ടില്ല, ഇപ്പൊ കണ്ടില്ല, ഒരു വലിയ ദുരന്തത്തിലേക്ക് അത് നയിച്ചു. എന്താണ് സംഭവിച്ചത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് വ്യക്തത കിട്ടത്തുള്ളൂ. ഞാൻ ഇത് വാർത്ത കണ്ടപ്പം വിഷാനത് പറയായിരുന്നല്ലോ. ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭ സംരക്ഷണത്തിന് കൂടെ നടന്നു വരുമ്പോൾ ഒരു ദിവസം ഈ കുട്ടിയുടെ നോർത്ത് ഇന്ത്യൻസ് ആണ്, ആ അച്ഛനമ്മയൊക്കെ അവർ മാറി സെൽഫി എടുത്ത് ആസ്വദിക്കണം. ഈ കുട്ടി ഒരു കൊച്ചുകുട്ടി പിടിവിട്ട ഓടുകയാണ് വണ്ടി വരുമ്പോൾ ഓടുകയാണ്. ഇവരെ അറിയുന്നില്ല. അവിടുത്തെ കടയിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞാൽ അവർ പിടിച്ചു നിർത്തി കുറിച്ച് അവർ ഹിന്ദി പറയാൻ അറിയില്ല. അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് പിടിവിട്ട് അങ്ങോട്ടോ പോയല്ലോ എന്നുള്ളത്. ഇവരവിടെ സെൽഫി എടുക്കുന്ന സെൽഫി എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അതാണ് എന്ത് ചെയ്യാൻ, നമ്മൾ സെൽഫി ഭ്രാന്തന്മാരായി പോയി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപകടങ്ങളിലേക്ക് എന്താണ് സംഭവിച്ചെന്നല്ല, ഏതായാലും ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ സംബന്ധിച്ച കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. നമുക്കിനി പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. നമ്മുടെ തെരഞ്ഞെടുപ്പ്. ഇന്നലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ നമ്മൾ ലൂസ് ടോക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് കൃത്യമായ ശതമാന കണക്ക് പുറത്ത് വന്നിട്ടില്ലായിരുന്നു. ഇപ്പം ഇന്നിപ്പം ഏതാണ്ട് 78 സംതിങ് ആണ്. കഴിഞ്ഞ തവണ 76 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. പിന്നീട് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് 71 71 സംതിങ് ആയി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2024 25 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വീണ്ടും അത് 74 വന്നു. അപ്പോൾ ഇത്തവണ ഇത് 78 വന്നു. SIR-ന് ശേഷമുള്ള സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരിച്ച ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്. ഇതിന്റെ ഇനിയും പോസ്റ്റൽ ബാലറ്റും കിടപ്പ് രോഗികളുടെ വോട്ടും എല്ലാം കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരു 79-80 വരെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് വന്നതോടെ
കോൺഗ്രസ് ക്യാമ്പിൽ ഒരു വലിയ ആഹ്ലാദമാണ്, CPM ക്യാമ്പിൽ വലിയ മ്ലാനതയാണ്, BJP ക്യാമ്പിൽ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ച 2 സീറ്റ് പ്രതീക്ഷിക്കുന്നു. അവർക്കും അത് കാര്യത്തിൽ സന്തോഷമുണ്ട്. ഏതായാലും ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ കേട്ടോ. കാരണം ഈ SIR അനുസരിച്ച് ഈ എന്താണ് ഈ മരിച്ചുപോയവരെയും അല്ലെങ്കിൽ കാണാതായവരെയൊക്കെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് ആദ്യം നടത്തിയ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് പ്രസക്തി വളരെ കൂടുതലാണ്. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് CPMന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലും മധ്യ തിരുവിതാംകൂറിലും പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വെച്ചും SIR പരിഷ്കരണത്തിന് ശേഷം നടക്കുമ്പോഴും നമുക്കറിയാം കണ്ണൂരിൽ ചില മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോളിംഗ് കുറവാണ്. ഇപ്പം നമുക്ക് പത്തനംതിട്ട ജില്ല എടുക്കാം. പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ശതമാനം കുറവാണ്. ആറന്മുള മണ്ഡലത്തിലും അടൂർ മണ്ഡലത്തിലും കോന്നി മണ്ഡലത്തിലുമാണ് 70% മേൽ പോളിംഗ് പോയിരിക്കുന്നത്. തിരുവല്ലയും റാന്നിയും ശോകമാണ്. അതിനകത്തൊരു കാരണമുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാരണം. പോളിംഗ് കുറഞ്ഞ, ഇപ്പം നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ പോളിംഗ് കുറഞ്ഞു, നഗരപ്രദേശങ്ങളിൽ പോളിംഗ് കൂടി. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മധ്യ തിരുവിതാംകൂർ, മധ്യ കേരളത്തിൽ പോളിംഗ് കുറഞ്ഞതിന് പ്രധാന കാരണം മൈഗ്രേഷനാണ്. മാത്രമല്ല സാധാരണഗതിയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വിദേശത്ത് ദുബായിൽ അവിടെ നിന്നെല്ലാം ഉള്ള മലയാളി പ്രവാസി സംഘടനകൾ ഫ്ലൈൻ ചാർട്ടർ ചെയ്തൊക്കെ ഇവിടെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം നടക്കുകയില്ല. ഗൾഫ് യുദ്ധം നടക്കുന്ന കാരണം, ഇറാനിൽ യുദ്ധം നടക്കുന്നത് കാരണം അങ്ങനെയുള്ള ഈ ഇത് കിട്ടാനുള്ള ഒരു വലിയൊരു പ്രാതിനിധ്യം നമുക്ക് ഇല്ലാതായി പോയി എന്നുള്ള സത്യം. അതെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ യുവജനങ്ങളിൽ വോട്ടവകാശമുള്ളവരിൽ കന്നി വോട്ട് ചെയ്ത് എത്ര പേര് കാണും? എല്ലാവരും UK, കാനഡ, അതെ, ജർമ്മനി, അങ്ങനെ ഈ പഠനാർത്ഥം അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അവർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ പോയവർ ഗൾഫിലെ പോലെയല്ല, ഈ രാജ്യത്തൊക്കെ പോയി പിന്നെ തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അവർ അവിടെ ജോലി ചെയ്ത് സെറ്റിൽ ചെയ്ത് അവിടെ പിന്നെ പഠനം കഴിഞ്ഞ വലിയൊരു വിഭാഗം നേഴ്സുമാർ, അതുപോലെ പ്രൊഫഷണൽസ്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഇവരൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്നാണ് ഈ മധ്യ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞേക്കാനുള്ള കാരണം. പിന്നെ CPMന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അവരങ്ങോട്ട് പോകുന്നത്. എന്താണെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പോളിംഗിൻ്റെ ഒരു പാറ്റേൺ, അത് ഒരു തരംഗം വ്യക്തമാണ്. ഏതായാലും നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇതിൻ്റെ അലകൾ ഉണ്ടായി തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇപ്പം തന്നെ കണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കുറച്ച് വലിയ ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു. ഒന്ന്, PC ജോർജും മകനും കൂടി കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ അടക്കം ചീത്ത വിളിച്ചു. അതെ, ഒരു രക്ഷയില്ല. ടിപ്പിക്കൽ PC സ്റ്റൈലിൽ തന്നെയാണ് ചീത്ത വിളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്ത് നമുക്ക് പിന്നെ ഇത് തന്ന ആളാണ്, ഇന്റർവ്യൂ തന്ന, അഭിമുഖം തന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഒരു വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി. അതെ, കാരണം ഇനി സെക്രട്ടേറിയറ്റിൽ ഏത് നിമിഷം വേണമെങ്കിലും ഇടിവെട്ടേക്കാനോ അതല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പോലെ തീവ്രത്വം ഉണ്ടാവാനോ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റിലെ രേഖകൾ മുഴുവൻ അവർ കത്തിച്ച് കളയും, അതിന് യാതൊരു സംശയമുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നാലെ, അതായത് പറഞ്ഞതിന് പിന്നാലെ ഇന്ന് ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള വർക്കുകളിൽ ചില അറ്റകുറ്റപ്പണി നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ നടക്കുന്നതിനാൽ ഈ 15-ാം തീയതി വരെ ഈ ഡിജിറ്റൽ സംബന്ധമായിട്ടുള്ള രേഖകൾ അല്ലെ ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ നാളെ സെക്കൻഡ് സാറ്റർഡേ, ഞായറാഴ്ച, തിങ്കളാഴ്ച മാത്രം വർക്കിംഗ് ഡേ ഉള്ളൂ. അംബേദ്കർ ജയന്തി അത് കഴിഞ്ഞ് 15 വരെ, അതായത് ഒരു 5 ദിവസം അല്ലേ? 5 ദിവസം. ഇന്നിപ്പോൾ 10 ആണ്. 5 ദിവസത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സംഗതി വ്യക്തമാണ്, എന്തോ വലിയ അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. കാരണം ഇത് വളരെ ദുരൂഹമാണ്, ഇത്രയും നാളില്ലാതെ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ ഇറങ്ങുക എന്ന് പറയുമ്പോഴും. അതായത് ഇവർക്ക് മനസ്സിലായി, ഇത്രയും നാളും ഒരു കടിച്ചു പിടിച്ചിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും മൊത്തം ഇടത് നേതാക്കളുടെ മുഖത്തുനിന്ന് ചോര വാർന്നു പോയ നിലയിലാണ്. പിന്നെ ഈ യുദ്ധം നയിക്കാൻ മുന്നിൽ നിന്നുകൊണ്ട് മാത്രം നമ്മുടെ നികേഷ് കുമാറും സ്വരാജും പറയുന്നുണ്ട് ഞങ്ങൾ നേടും. MV ഗോവിന്ദൻ പറയുന്നുണ്ട്. MV ഗോവിന്ദൻ്റെ മുഖത്തും ഒരു ആത്മവിശ്വാസമില്ല, ഒരു തെളിച്ചമില്ല. അങ്ങനെ MV ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾ നേടുമെന്ന്. അല്ലാതെ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ശരീരഭാഷ ഒരു നെഗറ്റീവാണ്. കാരണം ഇവർക്ക് ഒരു ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഇതിൽ വരാൻ പറ്റുമെന്നവർ ഇല്ല, അങ്ങനെ പറയുന്നതേ ഇല്ല. കഴിഞ്ഞ തവണ നേരെ വിപരീതമായിരുന്നു. ഞാൻ ക്യാപ്റ്റനാണ് പട നയിക്കുന്നത്, കേരളത്തിലെ നയിക്കാൻ ഇനി ഒറ്റ ആൾക്കാർ, വെള്ളപ്പൊക്കം, മറ്റേ എന്താണ് രോഗം, മറ്റേ കോവിഡ്, നിപ്പ, സകലതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒറ്റ പരിഹാരമുള്ളൂ, അത് ഈ ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇറങ്ങിയതാണ്. പിന്നെ എല്ലാവർക്കും കിറ്റ് കൊടുക്കുന്നു. നിങ്ങൾ എന്താ പക്ഷികൾക്ക് പോലും ഭക്ഷണം, വെള്ളം എത്തിക്കണം, എറുമ്പുകൾക്ക്
എറുമ്പുകൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന്റെ സമയത്തെ വീടിന്റെ അകമെല്ലാം തൂത്തുവാരിയിട്ട് എറുമ്പൂട്ടെന്ന് പറഞ്ഞൊരു പരിപാടി. അത് മധ്യ തിരുവിതാംകൂറിൽ നിങ്ങളുടെ അവിടെ ഉണ്ടോ? ഇതെല്ലാം തടച്ചു വെച്ചിട്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഓണത്തിന്റെ തലേന്ന് ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി എറുമ്പൂട്ട്. ഈ എന്ന് പറഞ്ഞ പോലെ, അതായത് എവിടെയാ നമ്മുടെ ഇവിടെ ഒരു കൊല്ലത്തൊരു പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ടല്ലോ, വാനരന്മാർ മാത്രമുള്ള ഒരു ശാസ്താംകോട്ടയിൽ ക്ഷേത്രം. അവിടെ ഉള്ളവർക്ക് കൊടുക്കണം, കുളത്തിലെ മീനുകൾക്ക് കൊടുക്കണം, നദിയിലെ പരൽ മീനുകൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കരുതലാണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ് വലിയ ട്രോളുകളൊക്കെ വന്ന ഒരു കാലമാണ്. അതെ, ആ ആൾക്കാരാണ് ഇപ്പോ സെക്രട്ടേറിയറ്റിനുള്ളിൽ തങ്ങളെ കാത്ത് വലിയൊരു അപകടം ഇരിപ്പുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതെല്ലാം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും എന്ന് നമ്മുടെ കളക്ടർ പ്രോ പ്രശാന്ത് അടക്കമുള്ളവരാണ് പറഞ്ഞത്. ഇത് പതിവ് തെറ്റ്, നമുക്കത് ചുമ്മാതല്ല, മുൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. സ്വപ്ന സുരേഷ് അവിടെ വരികയും പോവുകയും അതിന്റെ അകത്തളങ്ങളിൽ യഥേഷ്ടം സഞ്ചരിക്കുകയും ചെയ്തതിന്റെ പ്രോട്ടോകോൾ ഓഫീസിൽ നിന്നുള്ള രേഖകളാണ് ഇവര് അന്ന് കാണാതെ പോയത്. ഇടിവെട്ടി അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ഇടിമഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആകാമല്ലോ. അത് ആദ്യം ക്യാമറ പോവും, പുറകെ ഈ സാധനം പോവും, ഇതിന്റെ സെർവർ റൂം വരെ ഇവർ കത്തിച്ച് കളയും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് ഈ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി. കാരണം ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കൊള്ളരുതാഴികൾ, ഒരുപാട് വഴിവിട്ട ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഓരോ UDF-കാരനും കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അത് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസം. അതെ, അവരൊരു 90 സീറ്റിന് മേൽ 100 സീറ്റിനുള്ളിൽ പിടിക്കും എന്ന് ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അതായത് കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടല്ല, കേരളത്തിലെ ഇന്റലിജൻസ് അങ്ങനെ വരത്തുള്ളൂ. കാരണം പിണറായി വിജയന് ദോഷമാകുന്നത് അല്ലെ അങ്ങേരെ പ്രകോപിപ്പിക്കുന്നത് കൊടുക്കുകയല്ല. അതുകൊണ്ട് ഇവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 90 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുന്നത്. അത് ആരും വിശ്വസിക്കുന്നില്ല, CPM-മാർ ആരും അത് വിശ്വസിക്കുന്നില്ല. അവർ ഈ പുറത്ത് ഇറങ്ങി ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര വോട്ടോ അല്ലെങ്കിൽ ഇത്ര സീറ്റ് പിടിക്കുമെന്ന് അവർ എഴുതുന്നത് പോലും ആത്മവിശ്വാസത്തോടെ. അല്ല, നമ്മൾ സർവേക്ക് പോയവരാണല്ലോ, എത്ര മണ്ഡലങ്ങളിൽ പോയവരാണല്ലോ, നമ്മൾ 20-ലധികം മണ്ഡലങ്ങളിൽ പോയവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള ഒരു നേരിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു തരംഗം സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. അതുപോലെ UDF അധികാരത്തിൽ വരും എന്നുള്ള തീരുമാനം ഉറപ്പായി കഴിഞ്ഞു. മുഖ്യമന്ത്രി ആരാണെന്നതിനെ കുറിച്ച് ഒരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, മറ്റു മന്ത്രിമാരെ കുറിച്ച് ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, വകുപ്പുകളെ കുറിച്ച് ചർച്ചയായിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ അനൗദ്യോഗികമായിട്ട് ചർച്ചയുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളെല്ലാം ഇതിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുപോയത്. ഇവർക്ക് ഈ സംഭവം നിലനിർത്തണമല്ലോ. നമ്മൾ തന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചാനലിൽ 2 ചർച്ച ഇട്ടതേ ഉള്ളൂ, വളരെ വൈറലായി പോകുന്നുണ്ട് സംഭവം. അടുത്ത മാസം 4-ാം തീയതി വരെ ഗ്യാപ്പുണ്ട്, ഇത്രയും സമയമല്ലേ, വോട്ട് പോലും എണ്ണിയിട്ടില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പൊ ഞാൻ കണ്ടു രസകരമായ ഏഷ്യാനെറ്റിലൊരു വാർത്ത. പിന്നെ VD സതീശനെ നമ്മുടെ വിക്കിപീഡിയ മുഖ്യമന്ത്രിയാക്കി അവരോധിച്ചു. വിക്കിപീഡിയ അതെന്താണെന്നറിയാം, അത് ആർക്ക് വേണേലും എഡിറ്റ് ചെയ്യാം. അപ്പൊ ഇതെന്തോ വാർത്ത പോലെ, അത് എനിക്ക് തോന്നുന്നു ഇവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. എനിക്കിപ്പം രാജ്മോഹൻ ചേട്ടൻ വിക്കിപീഡിയയിൽ വലിയ കക്ഷിയാണ്. എനിക്കിപ്പോൾ കയറി രാജ്മോഹൻ ചേട്ടനെ എഡിറ്റ് ചെയ്യാം. ഇയാള് ലോക ഇതാണ്, ഇയാൾ വൃത്തികെട്ടവനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് എനിക്ക് എഡിറ്റ് ചെയ്യാം. ഈ നമ്മുടെ നാട്ടിൽ വളരെ പ്രമുഖനായ ഒരു കവി ഒരിക്കലും മരിച്ചപ്പോൾ ഒരു ചാനലിലെ അവതാര ഡെസ്കോളർ ആരോ പെട്ടെന്ന് കയറി പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വായിച്ചപ്പോൾ തെറിയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ കവിതകളുടെ പേര് മുഴുവൻ വേറെ ആരോ കയറി തിരുത്തിയിരുന്നു. വിക്കിപീഡിയ ഇത് എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ ഇതുപോലെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം എന്താ ഇത് ആർക്കും എഡിറ്റ് ചെയ്യാവുന്നതായതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാം അഡ്മിന്മാരായിട്ട് കയറി എഡിറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് ആ സംഭവം വന്നിരിക്കുക. അത് വിക്കിപീഡിയ പേജ് സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് പറഞ്ഞൊരു വാർത്ത ഇട്ടിരിക്കുകയാണ്, ഏതോ ചാനലിലാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ അത് ആരോ എതിർ പാർട്ടിക്കാർ കയറി ഇവന്മാർ പണി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ. പക്ഷേ UDF-ൽ എൻ്റെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രാവിലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടില്ല. അങ്ങനെയാണല്ലോ പറഞ്ഞു വരത്തിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, പിന്നെ 6-7 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു. കാരണം മലപ്പുറം കേന്ദ്രീകരിച്ച് തങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് ഭരണം നിയന്ത്രിക്കപ്പെടുക എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത്. ഇപ്പൊ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഇനിയിപ്പം എന്തായാലും കോൺഗ്രസ് ആണ്, UDF ആണ്. ജയിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു പിടിവലി എന്നുള്ളത് നമുക്ക് അറിയാം. കോൺഗ്രസ് അതിന്റെ തന്നെ എത്ര പേരെ മന്ത്രിമാരാക്കാൻ പറ്റും? 150 പേരും മന്ത്രിമാരാകാൻ റെഡിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര പേരെ നമുക്ക് മന്ത്രിമാരാക്കാൻ പറ്റും? അപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 90 സീറ്റിന് മേൽ 100 സീറ്റാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. സതീശൻ ഇല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. ഏതാ ഭരണത്തിൽ ഏറിയില്ല. അപ്പം വനവാസത്തിന് പോകുന്നതിനെ കുറിച്ച് ഇവിടെ
AK ശശീന്ദ്രനും ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, വനത്തിൽ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് വനം മന്ത്രിയാണ്, ഞാൻ വനത്തിൽ സൗകര്യം ചെയ്ത് കൊടുക്കുക. അതിനകത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ പൂച്ചക്കുട്ടിയെ താൻ വനത്തിൽ പൊക്കോന്നും പറഞ്ഞ് ആരോണ്ടൊക്കെ കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ചോദിച്ചു മേടിക്കുന്ന കേസുകെട്ടുകളാണ് ഇതെല്ലാം. പിന്നെ ഈ വനത്തിൽ പോകുന്നു വനവാസത്തിന് എന്ന് പറഞ്ഞ സാധനത്തിന് കാർഡ് അടിച്ചു വെച്ചോളാനാണ് ബ്രിട്ടാസ് പറഞ്ഞത്. നമ്മൾ ഈ കൂട്ടത്തിൽ പരാമർശിക്കേണ്ട ഒരു കാര്യം BJPയുടെ അവസ്ഥ. അതാണ് BJP 2 സീറ്റാണ് പ്രതീക്ഷിക്കുന്നതാണ്. അവർ ഔദ്യോഗികമാണല്ലോ അല്ലേ, 2 സീറ്റ് രാവിലെ തൊട്ട് ചാനലുകളിൽ കാണുന്ന കഴക്കൂട്ടവും നിയമവും എന്നാണ് കാണുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 2 സീറ്റ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ വെച്ച് പറഞ്ഞാൽ പാലക്കാട് മഞ്ചേശ്വരം അതുകൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. കഴക്കൂട്ടവും നിയമവും അവർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സർവേയിൽ ആറ്റിങ്ങൽ പോലും വന്നിട്ടുണ്ടെന്നുള്ള ഓർക്കണം. ആറ്റിങ്ങൽ ജയിക്കുമെന്ന് നമ്മളിപ്പം പറയുന്നില്ല, പക്ഷേ മുന്നേ ആയിരുന്നു സർവേ. എൻ്റെ വ്യക്തിപരമായ ഒരു കണക്കൂട്ടലിൽ അവർ ജയിക്കാൻ നിലവിൽ സാധ്യത കാണുന്നത് മഞ്ചേശ്വരം മാത്രമാണ്. കാരണം അത്രയും മാർജിൻ വന്ന ഒരു മണ്ഡലവും ഒരിക്കലും 89 വോട്ടിനിലേക്ക് അതെ, കഴിഞ്ഞ തവണ 600. അതാണ്. അപ്പൊ BJPക്ക് സീറ്റ് കിട്ടിയാൽ 6 സീറ്റിനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു നോക്കി. അത് മഞ്ചേശ്വരം, പാലക്കാട്, ഈ പറഞ്ഞ നേമം, കഴക്കൂട്ടം. അപ്പോൾ 4 ആയില്ലേ. പിന്നെ പൂഞ്ഞാറും പാലായും. പൂഞ്ഞാറും പാലായും പോയി ഉറപ്പായി. അത് ഉറപ്പായി. കാരണം PC ഷോണും PC ജോർജും അച്ഛനും മകനും ശക്തമായി കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മെത്രാന്മാരെ ഒന്നടങ്കം പോക്രത്തരം കാണിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഷോൺ ചോദിക്കുന്നത് അമിത്ഷായോട് ഞങ്ങൾ ഇനി എന്ത് പറയുമെന്നാണ് ചോദിക്കുന്നത്. അമിത്ഷാ ഞങ്ങളെ ഇനി എങ്ങനെ കാണും, ഞങ്ങൾ എന്ത് പറയും, എന്താ വിഷയം? FCRA ആണ് വിഷയം. FCRA വിഷയത്തിന്റെ പുറത്താണ് ഈ ഇവർ തമ്മിലുള്ള ഒരു വിഷയം നടന്നത്. ഈ ഇന്നലെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എല്ലാ കന്യാസ്ത്രീ മഠങ്ങളിലേക്കും വിളിച്ച് UDF നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ് അവരുടെ ആരോപണം. അതിന്റെ പേരിലാണ് രൂക്ഷമായ ഭാഷയിൽ. പിന്നെ PCയെ നമുക്ക് അറിയാമല്ലോ, തനി നാടൻ ആളായതുകൊണ്ട് ഗ്രാമ്യ ശൈലികൾ പറയും. അതെ. അപ്പം PCയുടെ ആ ഒരു പരാമർശം, ആ പരാമർശത്തിനെതിരെ ജോസ് കെ മാണി അങ്ങോട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇവരിപ്പം ഷോൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ. അതെ. മറ്റേ ദേശീയ സമിതി അംഗമാണെന്ന് തോന്നുന്നു PC ജോർജ് അല്ലേ? ഷോൺ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നല്ലേ? അല്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും അദ്ദേഹമാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് വിദേശ സംഭാവന സ്വീകരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം, ഈ നിയമം പാർലമെന്റിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അത് നിയമമായിട്ട് തന്നെ പാസ്സാക്കാൻ പോവുകയാണ്. അത് BJP സർക്കാർ മറ്റൊന്നും അതിനകത്ത് കാണുന്നില്ല. കാരണം എന്താ, ഇതെല്ലാം അക്കൗണ്ടഡ് മണി ആയിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ അതിനകത്തെ കാര്യം. അതായത് അൺഅക്കൗണ്ടഡ് അല്ല, വിലക്കിട്ടില്ല, ഇല്ല, പണം സ്വീകരിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. പക്ഷെ അക്കൗണ്ടഡ് മണി ആയിരിക്കണം. അക്കൗണ്ടഡ് മണി ആയിരിക്കണം. ആ മണി നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു, എന്തുദ്ദേശത്തിന് കൊണ്ടുവരുന്നു, നിങ്ങൾ ഇത് എവിടെ ചെലവഴിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മതപരിവർത്തനം, അതുപോലെ തീവ്രവാദ പ്രവർത്തനം, അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് മേഖല, ഇതൊന്നും ഉപയോഗിക്കാൻ ഈ പണി കൊണ്ട് സാധിക്കില്ല. ഇത് നിങ്ങൾ ചാരിറ്റിക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങൾ ചാരിറ്റിക്ക് കൊണ്ടുവരിക, ചാരിറ്റി നടത്തുക, അതിൻ്റെ ഓഡിറ്റ് ചെയ്ത കണക്ക് ഞങ്ങൾക്ക് സമർപ്പിക്കണം. ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അത് തന്നെയാണ് PC ജോർജും ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിയമപരമായി ഇതൊരു നിയമം മാത്രമാണ്, നിയമത്തിന് അനുസരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത്? അപ്പോൾ ഇത് ഇവർ ദുരുപയോഗം ചെയ്യാനാണ് ഈ പണം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കണക്ക് ചോദിക്കുമ്പോൾ അതിന് സർക്കാർ ഞങ്ങളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാര്യം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരു ഏത് നിയമവും കൊണ്ടുവരുമ്പോൾ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ്. അപ്പം പക്ഷേ ഷോൺ ജോർജ് ഒരു മിനിമത്തിനാണ് പ്രതികരിച്ചത്. നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന രീതിയിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേർക്കും ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. BJP-കാരോട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ നിയമത്തെ അവസ്ഥ എങ്ങനെ? നിയമത്തും ഈ പറഞ്ഞതുപോലെ ടൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു രാജു ചന്ദ്രശേഖരൻ മേൽക്കൈ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോൾ ഇന്ന് ശിവൻകുട്ടിയുടെയൊക്കെ ഒരു വാക്കുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അവർ പ്രയോഗിക്കുന്ന ഭാഷയിലും വാക്കിലും ഇവർ പ്രയോഗിക്കുന്ന അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും നടപ്പിലും ഇരിപ്പിലും ഒക്കെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് ഇച്ചിരി കുഴപ്പമാണെന്ന്. കാരണം മാർക്സ്വാദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യം മനസ്സിലാക്കാനുള്ള സംവിധാനം, പാർട്ടി സംവിധാനമുണ്ട്. അവർ ഇന്നലെ ഉറപ്പിച്ചു.
കാരണം ഇന്നലെ തന്നെ അവർക്ക് എത്ര വോട്ട് ഓരോ മണ്ഡലത്തിനും കിട്ടുമെന്നുള്ളത് അവർ ഇന്നലെ ഉറപ്പിച്ചു. പക്ഷേ ഇത് തോക്കുന്നിടം വരെ ഞങ്ങൾ ജയിക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതങ്ങനെയാണല്ലോ എപ്പോഴും. അതവരുടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തോറ്റു കഴിയുമ്പോൾ അവർ പറയും തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു. പിന്നെ താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ പിന്നെ യു ഡി എഫിന്റെ വോട്ട് പിന്നെ BJP വോട്ട് UDF സ്വീകരിച്ചെന്ന് പറയും. സത്യത്തിൽ ധാരണ ഉണ്ടായിരുന്നത് BJPയും CPM തമ്മിലാണ് ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ നേരെ തിരിച്ചൊരു ധാരണയുടെ പുറത്തേക്ക് അവർ അത് കൊണ്ടുവന്ന് പറയും. കാരണം ശക്തമായ ജനരോഷമുണ്ട്. ഉണ്ട്. എനിക്ക് ഇനി നമ്മൾ ചർച്ച അവസാനിക്കാറാകുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഇനി പുതിയൊരു സർക്കാർ വരെയാണ്, അവർ UDF സർക്കാരാണെന്നിരിക്കട്ടെ, അങ്ങനെ ആണെങ്കിൽ അവർ നേടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും. കാരണം കടം കയറി നിർത്തിയിട്ടാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. അതിനൊരു കാര്യം ഞാൻ സംസ്ഥാന സർക്കാർ ഖജനാവിൽ പൂച്ചവെറ്റ് കിടക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം വന്നു. പ്രതിപക്ഷ ഒരു പൈസയും ഇല്ല ഖജനാവിൽ സീറോയാണ്. പക്ഷേ നമ്മുടെ ധനമന്ത്രി പറഞ്ഞു 4000 കോടി രൂപ ഖജനാവ് സുഭദ്രമാണ്, ഭദ്രമാണ്, ഖജനാവിൽ ഒരു പ്രശ്നം. ഇതെന്തോ സംഭവം എന്നറിയോ? ഈ 4000 കോടി എവിടുത്തെയെന്നറിയോ? വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് വായ്പ എടുത്തതാണ്. അതായത് 9000 കോടി രൂപ ആണ് ഈ ജൽജീവൻ മിഷൻ വേണ്ടി ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യ ഗഡു ഒരു 5000 കോടി രൂപ ആദ്യ ഗഡു എടുത്തു കഴിഞ്ഞിട്ട് അതിൽ 2000 കോടി രൂപ സർക്കാർ അമക്കി 3000 കോടി രൂപയാണ് ഇവർക്ക് കൊടുത്തത്. ഇപ്പോൾ ഒരു 1800 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാൻ വേണം, ജൽജീവൻ മിഷന്റെ കരാറുകാർക്ക് കൊടുക്കാൻ വേണം. അതിന് കൊടുക്കാൻ വേണ്ടി സർക്കാരിനോട് ആ 2000 ഇനി തരാൻ പറഞ്ഞു ഇവിടെങ്ങും ഇല്ല, നിങ്ങൾ അടുത്ത ഗഡു എടുത്തോളാം. അപ്പം 9000 കോടി രൂപയ്ക്ക് 5000 കോടിയും 4000 കോടിയും രണ്ട് ഗഡുവായി, രണ്ടാം ഗഡു 4000 കോടി എടുത്തു. ആ 4000 കോടി വന്നതാണ് ഈ ഖജനാവിൽ കിടക്കുക. ഏറ്റവും രസം എന്താണെന്ന് ചോദിച്ചാൽ 92 കോടി രൂപയാണ് 3 മാസം കൂടുമ്പോൾ പലിശ അടയ്ക്കേണ്ടത്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, 92 കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി ഈ നബാർഡിൽ നിന്നെടുത്ത ഈ 9000 കോടി രൂപയുടെ പലിശ 3 മാസം ത്രൈമാസമാണ് അത് അടയ്ക്കേണ്ടത്. ഇത് അടയ്ക്കാൻ ഈ 92 കോടി രൂപ അങ്ങ് വിൽക്കും. അപ്പോൾ ഈ ജൽജീവൻ മിഷൻ പ്രകാരം ഇവർ കൊടുത്ത കണക്ഷൻ അനുസരിച്ച് 8 കോടി രൂപയാണ് ആകെ ഒരു മാസം വാട്ടർ അതോറിറ്റി കിട്ടുന്ന വരുമാനം, ഇങ്ങോട്ട് കിട്ടുന്ന വരുമാനം. അപ്പം ഒരു മാസം 8 കോടി രൂപ എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ 24 കോടി രൂപയേ ആകുന്നുള്ളൂ. അപ്പോൾ ആർത്തോണം 92 കോടി രൂപ പലിശ കൊടുക്കും. ഈ 92 കോടി രൂപ പലിശ ഇനത്തിൽ പോകും 3 മാസത്തേക്ക്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ശമ്പളം മുടക്കും, ജീവനക്കാരുടെ ആനുകൂല്യം മുടക്കും. ഏതാണ്ട് ഹൗസിംഗ് ബോർഡിന്റെ അവസ്ഥയിലേക്ക് ഇത് പോകും. അപ്പൊ ഈ കാണിച്ച് ഈ ബാലഗോപാൽ മേനി നടിച്ച ഈ 4000 കോടി രൂപ ഈ പാവം പിടിച്ച വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിനെയാണ്. വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കുടിവെള്ള പദ്ധതിയുള്ള പൈസയാണിത്. കുടിവെള്ള പദ്ധതിയിൽ 1800 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ ഗഡുവാണ്. അതാണ് ഇപ്പൊ എടുപ്പിച്ച് വെച്ചത്. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ 6000 കോടി രൂപ സർക്കാർ കൊണ്ടുപോയി. വാട്ടർ അതോറിറ്റി മേടിച്ച 9000 കോടി രൂപ കടമെടുത്തതിൽ 6000 കോടി രൂപ 3000 കോടി അവർക്ക് കിട്ടിയിട്ടുള്ളൂ. 6000 കോടി രൂപ സർക്കാരിന്റെ കയ്യിൽ. ചുരുക്കത്തില് അടുത്ത് വരുന്ന സർക്കാർ മൂക്കൊണ്ട് ഇഷ എഴുതേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. അതെ. അപ്പൊ ഇവരതിനൊരു ചോദ്യം, ഇനി സഖാക്കൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എങ്ങനെ പെൻഷൻ കൊടുക്കുമെന്ന് അവർ ചോദിക്കും. സ്വാഭാവികം. കാരണം ഈ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഇവന്മാർ ഇത് മൊത്തം കൊള്ള ഒഴുക്കി കളഞ്ഞേച്ചാ പോയേക്കുന്നത്. ഇവർക്ക് ഭരണത്തിൽ പിന്നെ UDF വരുമെന്നറിയാം. UDF വരുമ്പോൾ UDF എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ ആ രീതിയിലെല്ലാം ദ്രോഹിച്ചിട്ട് ഇനി ഇവരാണ് വരുന്നതെങ്കിൽ ഈ 4000 കോടി ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവർക്ക് ആദ്യം വരുമ്പോൾ ഇവരെ പ്രാരംഭ ചെലവ് വലിയ മാമാങ്കം നടത്തി പിന്നെ സത്യപ്രതിജ്ഞയൊക്കെ നടത്തണ്ടേ, കോടികൾ മുടക്കി. അതെ, മാത്രമല്ല ഇവർ നടത്തിയ മാമാങ്കങ്ങളുടെ പൈസ വേറെയും. അതെ, ഈ ലോക കേരള സഭ, അതുപോലെ അയ്യപ്പ സംഗമം, പിന്നെ വ്യവസായ ജിം, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, ഇതെല്ലാം കോടികൾ ഒഴുക്കി കളയും. ഇതില്ലേ ഇപ്പോഴത്തെ PRD പരസ്യങ്ങളോ? തെരഞ്ഞെടുപ്പിന്റെ പേരിൽ സർക്കാരിന് പിണറായി വിജയൻ ചുവന്ന പൂവും കടിച്ചു പിടിച്ച് ചിരിച്ചോണ്ടിരിക്കുന്ന പടം ഉണ്ടല്ലോ, കൈ പിടിച്ചോണ്ട്. അതെ, അത് പാർട്ടിയുടെ ഇതുണ്ടെങ്കിൽ പോലും അതിന് മുമ്പ് വന്ന പരസ്യങ്ങളൊക്കെ സർക്കാരിന്റെ പേരിലാണ് വന്നത്. KSRTC ബസ്സിൽ പോയി ഒട്ടിച്ചിരുന്ന പടം. ഇതെല്ലാം ഒരു സർക്കാരിന്റെ വികസന പ്രവർത്തനം നടപ്പിലാക്കാൻ, ഒരു സർക്കാരിന്റെ വികസന പ്രവർത്തനം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഇവരൊന്നും ചെയ്തിട്ടില്ല, ഇതവിടെ ചെല്ലത്തില്ല. അപ്പൊ അതിനെന്താ ഇതേ ഉള്ളൂ മാർഗം, പരസ്യം കൊടുക്കുക. സീരിയലിനകത്ത് പരസ്യം കൊടുക്കുക, കോമഡി പരിപാടിക്കകത്ത് പരസ്യം കൊടുക്കുക, ട്രോളിനകത്ത് വരെ പരസ്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ബുദ്ധിപരമായ നീക്കങ്ങളാണ്. അപ്പൊ എന്തായാലും ശരി, ഇപ്പം CPM ക്യാമ്പ് മൂകമാണ്. അട്ടിമറിക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഫയലുകൾ, തന്ത്രപ്രധാന ഫയലുകൾ, ഇവർ കാണിച്ച കള്ളത്തരങ്ങളുടെ മുഴുവൻ ഫയലുകൾ, ഇതെല്ലാം കത്തിക്കാനും ഇതെല്ലാം ഇല്ലായ്മ ചെയ്യാനുമുള്ള നീക്കം നടക്കും എന്നുള്ളത് ഉറപ്പാണ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കണ്ണ് വേണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആശങ്കയോടെ പറയാനുള്ള കാരണം എന്താണ്? അടുത്ത ഭരണത്തിൽ ഞങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത സർക്കാർ വരുമ്പോൾ ഈ പറഞ്ഞ തന്ത്രപ്രധാനമായ ഫയലുകളൊന്നും ഇവിടെ കാണത്തില്ല. ഇവർ കാണിച്ച കള്ളത്തരങ്ങളൊന്നും അതിനെതിരെ ഒരാളെയും എതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ കേരളത്തിൽ നടന്ന വലിയ 10 വർഷം നീണ്ട കൊള്ളയുടെ കണക്കുകളെല്ലാം അപ്രത്യക്ഷമാക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിന്ന് വളരെ വിശാലമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഏറെ നേരം ചർച്ച ചെയ്തു. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കേരളത്തിൽ പുതിയ സർക്കാർ വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ നമ്മൾ നടത്തേണ്ടി വരും. ഏതായാലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സെക്രട്ടേറിയറ്റിലെ ഫയലിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വിവരങ്ങൾ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഏതായാലും ഇതിനൊക്കെ ഒരു അന്തിമ പരിഹാരം ഉണ്ടാകട്ടെ. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമസ്കാരം.